ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് ആളുകൾക്കുള്ള ഒരു റീഡിംഗ് ആണ്. അതായത് നിങ്ങൾ വളരെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ വളരെ ഡീപ്പായിട്ട് സത്യസന്ധമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് അത്രത്തോളം സ്നേഹം തിരിച്ചു തരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ സ്നേഹത്തെ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ തമ്മിലൊരു ഇമോഷണലി കണക്ഷൻ നേരത്തേതുപോലെ ഫീൽ ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങളായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ സ്നേഹം കൊടുക്കുന്നത്, എഫോർട്ട് ഇടുന്നത്, കൂടുതലും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും ഇന്നത്തേത്. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് താങ്കളുടെ എനർജി എന്താണ്, അതുപോലെ താങ്കളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്, എന്താണ് നിങ്ങളുടെ ഈ ഒരു ഇമോഷണൽ ഇംബാലൻസിൻ്റെ കാരണം, അല്ലെങ്കിൽ എന്താണ് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ്, ഈ ഒരു സമയത്ത് താങ്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളൊരു റിലേഷൻഷിപ്പ് റീഡായിട്ട് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ബ്രീത്തിലേക്കൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം, ഒന്ന് കാം ഡൗൺ ആയതിനു ശേഷം ഈ ഒരു റീഡിംഗ് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു 4 കാർഡ് സ്പ്രെഡാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഞാൻ സ്പ്രെഡ് എടുത്തിട്ട് വരാം. സോ നമ്മളിപ്പോൾ സ്പ്രെഡ് എടുത്തിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ആ വ്യക്തിയോടുള്ള എനർജി? ഓക്കെ, ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ആ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴുള്ള എനർജി. ഓക്കെ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലുള്ള ഇംബാലൻസ് എന്താണ്? ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണ്? സോ നമുക്കിത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ക്ലാരിറ്റി കൂടി വരേണ്ടതുണ്ട് ഈ റീഡിങ്ങിനകത്ത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ക്ലാരിറ്റി കാർഡ്സ് കൂടി എടുക്കാം. ക്ലാരിറ്റി കാർഡ് ഫോർ ടെമ്പറൻസ്. സോ ക്ലാരിറ്റി കാർഡ് ഫോർ ടെമ്പറൻസ് ആൻഡ് ക്ലാരിറ്റി കാർഡ് ഫോർ 8 ഓഫ് കപ്സ്. അവരുടെ നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജിയാണ് ക്ലാരിറ്റി കാർഡ് ഫോർ 8 ഓഫ് കപ്സ്. എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജ്? ക്ലാരിറ്റി കാർഡ് ഫോർ ഹൈ പ്രീസ്റ്റസ്. ക്ലാരിറ്റി കാർഡ് ഫോർ ഹൈ പ്രീസ്റ്റസ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ക്ലാരിറ്റി കാർഡ് കൂടി എടുത്തിട്ടുണ്ട്. ടെമ്പറൻസ്, നിങ്ങളുടെ എനർജി ക്ലാരിറ്റി കാർഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി ക്ലാരിറ്റി? ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് ക്ലാരിറ്റി എന്താണ്? ഓക്കെ, സോ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് റീഡിംഗ് നോക്കാം. സോ നിങ്ങളുടെ എനർജി, നിങ്ങൾ വളരെ ജെന്യുവനായിട്ട് സ്നേഹിക്കുന്ന, വളരെ ക്ഷമയുള്ള, ഇമോഷണൽ ബാലൻസ് ഉള്ള, അല്ലെങ്കിൽ ഇമോഷണൽ ബാലൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ നിങ്ങളുടെ പാർട്ട്ണറെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു വ്യക്തിയെ വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൽ വളരെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, ആ ഒരു ബന്ധത്തിലെ മുറിവുകൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിവിടെ ഇമോഷണലി വളരെയധികം സേഫ് ആയിരിക്കണം, നിങ്ങളോട് സത്യസന്ധമായിട്ട് ഈ ഒരു വ്യക്തി ഇടപെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം കമ്മിറ്റ്മെൻറ്റ് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, സമാധാനമുള്ള, ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു വ്യക്തിയായിട്ട്. നിങ്ങളിവിടെ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിരിക്കുന്നതോ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു കാണുന്നൊരു വ്യക്തിയോ അല്ല. നിങ്ങൾ വളരെയധികം ഇമോഷണലി ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മതി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു കാർഡ് കാണുമ്പോൾ നിങ്ങളുടെ ഒരു സിൻസിയറിറ്റി, നിങ്ങളുടെ ഒരു സ്നേഹം വളരെയധികം സത്യസന്ധമായിട്ടുള്ള, സിൻസിയർ ആയിട്ടുള്ള ഒരു സ്നേഹമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് താങ്കളുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജി? അവർ നിങ്ങളിൽ നിന്നും ഇമോഷണലി വിഡ്രോൺ ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പാർട്ട്ണർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളോട് ഇമോഷണലി പ്രസൻ്റ് ആയിരിക്കില്ല. അവർ ചില കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്, അവർ ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് മാറിയിട്ടുണ്ട്.
അവർ ഓപ്പണായിട്ടിത് പറയുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പ് മനസ്സിലാവുന്നുണ്ട്. ചില സമയങ്ങളിൽ അവർ ഇമോഷണലി ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്, മറ്റ് ചില കാര്യങ്ങളിലേക്ക് അവർക്ക് ശ്രദ്ധ പോകുന്നുണ്ട്. മേ ബി ചില വ്യക്തികളിലേക്കായിരിക്കാം, അവർ വേറെ ഏതെങ്കിലും വ്യക്തികളിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരൊരു ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നതിന് പകരം ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ഫണ്ണായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഫ്രീഡം നഷ്ടപ്പെടുന്നു എന്ന് അവർക്ക് തോന്നിയിട്ട് അവർ, അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ അവരുടെ ഫ്രീഡം നഷ്ടപ്പെടുന്നു എന്ന് അവർ തോന്നിയിട്ട് അവർ ഇതിൽ നിന്ന് വിഡ്രോൺ ചെയ്യുന്നതായിരിക്കാം. അവർ നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇമോഷണലി അവരുടെ കംപ്ലീറ്റ് ഫോക്കസ് ഇങ്ങോട്ടേക്കല്ല, ഈ ഒരു റിലേഷൻഷിപ്പിലേക്കല്ല എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമോഷണൽ ഡിസ്റ്റൻസ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് അവർ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, പക്ഷേ എങ്കിൽ പോലും അവരൊരു ഇമോഷണലി അവർ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കുന്നുണ്ട്. അവർക്ക് മറ്റ് ചില കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധകൾ മാറുന്നുണ്ട്. സോ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇംബാലൻസ് എന്താണ് ചോദിച്ചപ്പോൾ, ഈ നമ്മുടെ തീമുമായിട്ട് പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ ഇംബാലൻസ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. അതായത് അൺഈക്വൽ ഗിവിങ് ആണ്. അതായത് അവർക്ക് കിട്ടുന്നത് അല്ല അവർ കൊടുക്കുന്നത്, നിങ്ങൾ ഒരുപാട് അവർക്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കൊടുക്കുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇതിലൊരാൾ വളരെയധികം സ്നേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നു, സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു, എഫോർട്ട് എടുക്കുന്നു ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, പക്ഷേ മറ്റേ വ്യക്തി വളരെയധികം കുറച്ചായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇമോഷണലി ആയിരിക്കാം, ഓക്കെ, സ്നേഹത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, സമയത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, എഫോർട്ടിൻ്റെ കാര്യത്തിലായിരിക്കാം കുറവാണ്. സോ ഇത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇംബാലൻസ് എന്ന് പറയുന്നത്, ഒരു കൺട്രോൾ ഇല്ലാത്തൊരു റിലേഷൻഷിപ്പായിട്ട് മാറുന്നത്. ഇതിൽ നിങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ വിചാരിക്കുന്നത്ര തിരിച്ചു തരുന്നുണ്ടാവില്ല. നിങ്ങൾ രണ്ട് കൈകളും അങ്ങോട്ടേക്ക് നീട്ടിപ്പിടിച്ചിരിക്കുകയാണ്, പക്ഷേ അവർ നിങ്ങൾക്ക് ആ കൈകൾ തരുന്നത് അവർ കംഫർട്ടബിൾ ആകുന്ന സമയത്ത് മാത്രമായിരിക്കും. ഒരു ചെറിയൊരു സെൽഫിഷ്നെസ് ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് ഇതിനകത്തെ ഒരു കോർ ഇംബാലൻസ് എന്ന് പറയുന്നത്. പല കാര്യങ്ങളിലും ബാലൻസ് ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് തരുന്ന ഒരു അഡ്വൈസ് അല്ലെങ്കിൽ മെസ്സേജ് എന്ന് പറയുന്നത്? ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് പറയാം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിൽ ട്രസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന തോട്ടുകൾ, നിങ്ങളുടെ ചില ചിന്തകൾ ഉണ്ടായിരിക്കും. ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യരുത്. അവർ നിങ്ങളോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചില സമയത്ത് നിങ്ങളെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്ന പോലെ, ഒഴിവാക്കുന്നത് പോലെ അവർ പെരുമാറുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ഇമോഷണലി അവരെ ടൈറ്റ് ചെയ്ത് ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വിട്ടുകൊടുക്കുക, അതായത് ലെറ്റ് ഗോ ചെയ്യാനുള്ള പേടി ഉണ്ടായിരിക്കും. ഇമോഷണലി അതുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ വളരെ അറ്റാച്ച്ഡ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക്. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷണൽ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളിതിലേക്ക് വളരെയധികം സ്നേഹം കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിലേക്ക് കംപ്ലീറ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ട് വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഇതാണ് ലൈഫ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കാതിരിക്കുക. നിങ്ങളിവിടെ വളരെയധികം സ്നേഹം കൊടുത്തിട്ടുണ്ട്, അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇതൊരു ബ്രേക്കപ്പ് വാർണിംഗ് ഒന്നുമല്ല, ഇതൊരു സെൽഫ് റെസ്പെക്റ്റ് മെസ്സേജ് ആയിട്ട് കണ്ടാൽ മതി. സോ നിങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ലവിൻ്റെ പേരിൽ, സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങൾ സ്വയം ടോർച്ചർ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. സോ നിങ്ങളുടെ കണക്ഷൻ ഇതൊരു സിൻസിയർ ലവാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടല്ല, മറ്റ് ഒരുപാട് കാര്യങ്ങളിൽ ഇൻ ഡെപ്തിൽ നോക്കുമ്പോഴത്തേക്കിനും കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അതായത് സമയത്തിൻ്റെ കാര്യത്തിലും എഫോർട്ടിൻ്റെ കാര്യത്തിലും ഓക്കെ. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇന്നർ വോയിസിലേക്ക് ശ്രദ്ധിക്കാനാണ്, നിങ്ങളുടെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. വിട്ടുകൊടുക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കുക തന്നെ വേണം. ഓക്കെ, ഇന്നത്തെ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.